ആഹാ, നിങ്ങളെപ്പോ വന്നു? കുറച്ചു നേരേ ആയുള്ളൂ. കേസിന്റെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടി വന്നതാണോ? അങ്ങനെയൊന്നുമല്ല. സേതുവേട്ടനോടൊന്ന് സംസാരിക്കണമെന്ന് കരുതി വന്നതാ. പിന്നെ മക്കളെ ഒന്ന് കാണാലോ. അതിന്റെ കൂടെ കേസ് എന്തായിന്നൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. കേസിന്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയാം. കേസ് ഉടനെ തെളിയുന്ന SP യുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ എല്ലാം കലങ്ങി തെളിയുമ്പോ ആ തെളിച്ചത്തിലുള്ള ആളുടെ മുഖം വേണ്ടപ്പെട്ടവരുടെ ആവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക്. അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ഇതൊരു കൊലപാതക ശ്രമ കേസാ. അതും ഇത്രയും ആളുകളെ. എല്ലാവരും രക്ഷപ്പെട്ടതുകൊണ്ട് നമ്മളൊക്കെ സൗകര്യപൂർവ്വം എല്ലാം മറന്നാലും പോലീസിനും കോടതിക്കും അത് പറ്റില്ലല്ലോ. എന്തെങ്കിലും സംശയം തോന്നിയാ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. സാഹചര്യങ്ങൾ വെച്ചും തെളിവുകൾ വെച്ചും ഇവിടെയുള്ള ആരെങ്കിലും നമ്മളെ സംശയിക്കുന്നുണ്ടെങ്കിൽ അവരെ തന്നെയാ പോലീസിനും സംശയം. ഞാനിന്ന് സ്റ്റേഷനിൽ വിളിച്ചപ്പോ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ വീട്ടിലെ ആരെയോ അവർക്ക് സംശയമുണ്ടെന്നാ. അതിപ്പോ ആരെയാന്ന് ഞാൻ പറയണ്ടല്ലോ. എടുത്തി ഈ പറഞ്ഞത് അർച്ചന ഉദ്ദേശിച്ചാണെങ്കിൽ അർച്ചന അത് ചെയ്യില്ലെന്ന് ഇവിടെ എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. നമ്മുടെ ബോധ്യവും നിയമവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സച്ചി. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ തന്നെ നിനക്ക് അർച്ചനാന്ന് തോന്നിയെങ്കിൽ അതേ തോന്നലാ SP ക്കും തോന്നില്ലേ? നീ അങ്ങോട്ടൊന്ന് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. വാ. നന്ദേട്ടാ, നിന്റെ നാവിന് എല്ലില്ലെന്നും പറയുന്നതിന് ബെല്ലും ബ്രേക്കും ഇല്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് എല്ലാവരെയും അറിയിക്കാനാണോ നിനക്ക് തോന്നുന്നതൊക്കെ നീ അവിടെ വിളിച്ചു പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞു പറഞ്ഞൊക്കെ ഉള്ളല്ലേ? നീ ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞതൊക്കെ അർച്ചനയെ കുറിച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതെ, അവളെ കുറിച്ച് തന്നെയാ ഞാൻ പറഞ്ഞേ. ഈ ലോകത്ത് ഏതരിയാഹാരം കഴിക്കുന്നവനും മനസ്സിലാവും ഇതിന്റെ പിന്നിൽ അർച്ചനയാണെന്ന്. അർച്ചന ഭാഗ്യത്തിന് കേക്ക് കഴിച്ചില്ല, അതുകൊണ്ട് അവൾക്ക് എല്ലാരെ രക്ഷിക്കാൻ പറ്റി പോലും. ഭാഗ്യത്തിനല്ല അവള് കഴിക്കാത്തത്, മനഃപൂർവ്വമാണെന്ന് ഞാൻ പറയും. ശരി, നീ സംശയിക്കുന്നു എങ്കിൽ അത് നിന്റെ മനസ്സിൽ തന്നെ വെച്ചാ പോരെ. മാഷും കമലേച്ചൊക്കെ ഇരിക്കുന്നിടത്തേക്ക് വന്ന് ഇങ്ങനെ മാന്യത ഇല്ലാതാണോ സംസാരിക്കുന്നത്? സ്വന്തം അച്ഛനെയും പെറ്റ തള്ളയും വരെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയിട്ടേ സ്വത്തുക്കള് തട്ടിയെടുക്കാൻ നോക്കിയവൾക്കേ ഏത് രീതിയിലുള്ള മാന്യത കൊടുക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. എനിക്കറിയാം. നിന്റെ മനസ്സിലെ സംശയങ്ങൾ സ്ഥിരീകരിക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നീ എന്തർത്ഥത്തിലാ അർച്ചന തന്നെയാണ് അത് ചെയ്തതെന്ന മട്ടിൽ സംസാരിച്ച് എല്ലാവരും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഈ വീട്ടിൽ നീ അടക്കം ആരെങ്കിലും ഒരു സംശയം പറഞ്ഞാൽ മതി കേസ് വഴിതിരിയാൻ. ആ സാഹചര്യത്തിൽ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഈ കുടുംബത്തിന് ഉള്ള സ്വസ്ഥത കൂടി കളയരുത്. കളയും. ഞാൻ ഈ വീടിന്റെ സ്വസ്ഥത കളയുന്ന്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അത് അർച്ചനയായാലും അവന്തികയായാലും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ടാണ് അവളുടെ വക്കാലത്തും കൊണ്ട് ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് വാദിക്കുന്നെങ്കിലേ അർച്ചനയാണ് ഇതിന്റെ പിന്നിലെന്ന് ശക്തമായി ഉറക്കെ തന്നെ ഞാൻ പറയും. ഇന്നാളിവിടെ പറയുന്നത് കേട്ടു, അർച്ചനയാണ് എല്ലാവരെയും രക്ഷിച്ച മാലാഖയെന്ന്. എല്ലാത്തിനും ഒരുമിച്ച് വിഷം തന്നിട്ട് എല്ലാം കൂട്ടത്തോടെ ചത്തോന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാ അവൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് കൃത്യസമയത്തൊരു ലോറി, അതിലൊരു രക്ഷകനും. അവള് പറയാനും ഇവിടുത്തെ ബാക്കി ആൾക്കാരത് വിശ്വസിക്കാനും.
കുറച്ചൊന്ന് മാറിപ്പോയിരുന്നെങ്കിലേ പരലോകത്തിരിക്കായിരുന്നു എല്ലാവർക്കും കൂടെ. അല്ല, എപ്പോഴും നിങ്ങൾ പറയുമല്ലോ ഞാനും എന്റെ അനിയത്തിയാണ് ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നതെന്ന്. എന്നാലേ ഞങ്ങള് മാത്രമല്ല. അവന്തികയ്ക്ക് പകരം അർച്ചന, അനഘയ്ക്ക് പകരം ആതിര. അവന്തിക ചെയ്തത് നേർക്കുനേർ നിന്ന്, അർച്ചന ചെയ്യുന്നതേ ഒളിഞ്ഞും പാത്തും. അത്രേ ഉള്ളു വ്യത്യാസം. ഞാൻ ക്രിമിനലാ, അത് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ പറയാം. അർച്ചന എന്നേക്കാ വലിയ ക്രിമിനലാ. എനിക്ക് മുന്നേ അവള് കൊല്ലും എല്ലാത്തിനെയും. ദേ, ഞാനീ പറഞ്ഞതേ നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെച്ചോ. അവളുടെ കൈകൊണ്ട് ചാവുന്നതിന് തൊട്ടു മുൻപ് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ അവളെ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ പുറത്താക്കണം. എന്താ, പറ്റോ? പറ്റും. ഈ കുടുംബത്തെ ദ്രോഹിക്കുന്ന ഒന്നിനെയും ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. നീ പറഞ്ഞതാ സത്യം. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം. അർച്ചന കുറ്റക്കാരിയാണെന്ന് തെളിയുമ്പോൾ അവളെ ഞാനായിട്ട് തന്നെ ഈ വീട്ടിൽ നിറക്കി വിടും. അതിനു മുമ്പ് ഇവിടെ നിറങ്ങേണ്ട ഒരാളുണ്ട്. ഈ കുടുംബത്തെ ഇത്രയും നാൾ ദ്രോഹിച്ച നീ. ആദ്യം ആ വിധി നടപ്പിലാക്കാം, എന്നിട്ട് നോക്കാം അർച്ചനയുടെ കാര്യം. ഇപ്പോ ഈ നിമിഷം നീ ചെയ്തതെല്ലാം എല്ലാരോടും വിളിച്ചു പറഞ്ഞ് നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാൻ പോവാ. എന്റെ അച്ഛൻ സമ്മതിച്ചാൽ നിന്നെ ഈ വീടിന്റെ നടയിലിട്ട് കൊല്ലും ഞാൻ. സഹോദരങ്ങൾക്കിടയിൽ ഓരോന്ന് പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ നോക്കുന്ന നീ ഇനി ഈ വീട്ടിൽ വേണ്ട. നിന്റെ പ്രതികാരം നീ ഈ വീട്ടിന്റെ പുറത്ത് നിന്ന് ചെയ്താൽ മതി. ഓടി എന്റെ കൂടെ. നീ ചെയ്തതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ എണ്ണി എണ്ണി പറയുമ്പോ നീ ഉണ്ടാവണം അവിടെ. എല്ലാവരും അറിയട്ടെ അവന്തിക എന്ന രാക്ഷസ ജന്മത്തിന്റെ ഉദ്ദേശവും സ്വഭാവവും. വാടിങ്ങോട്ട്. നമസ്കാരം സർ. നമസ്കാരം. ആഹാ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എന്തായി സാർ അന്വേഷണം? എന്തെങ്കിലും തെളിവ് കിട്ടിയായിരുന്നു? അത് പറയാനാ ഞാൻ വന്നത്. അർച്ചനയിൽ നിന്നൊരു കാര്യം അറിയണമായിരുന്നു. അന്ന് കേക്ക് ഡെലിവറി ചെയ്ത പയ്യനെ ഇനി ഒരിക്കൽ കൂടി കണ്ട തിരിച്ചറിയോ? ഉറപ്പില്ല സർ. കണ്ടാ ചിലപ്പോ. ഇതാണോ പയ്യനെ നോക്കിയേ? ഇവനാണോ കേക്ക് കൊണ്ടുവന്നത്? അല്ല സർ, വേറൊരാളാ. വേറൊരാളാണെങ്കിൽ കേക്ക് മാറ്റിവെച്ചത് ഇവന്. അങ്ങനെ പറയാൻ കാരണം ഒരേപോലത്തെ 2 പാക്കറ്റുകൾ ഏകദേശം ഒരേ സമയത്ത് ഈ വഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ CCTV ഓഫായിരുന്നെങ്കിലും വഴിയരികിലെ CCTVയിൽ നല്ല പോലെ പതിഞ്ഞിട്ടുണ്ട് ഇവന്റെ മുഖം. ഇവനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അറിയാം സർ. ആരാ ഇവൻ? ഇവന് ഈ കുടുംബവുമായി എന്താ ബന്ധം? എന്താ ഇവന്റെ പേര്? ഇയാളുടെ പേര് അജയൻ എന്നാ.
ഈ കുടുംബമായിട്ട് ഇവന് ബന്ധമൊന്നുമില്ല. ഉള്ളത് എൻ്റെ വീടുമായിട്ടാ. എൻ്റെ അനിയത്തിയെ വിവാഹം ചെയ്യാനിരുന്ന ആളാവൻ. നിശ്ചയം വരെ എത്തിയിട്ട് മുടങ്ങിപ്പോയി. അതെന്താ മുടങ്ങാൻ കാരണം? അത് ഞാൻ പറയാം സാർ. നിശ്ചയത്തിൻ്റെ അന്ന് അജയൻ വന്നില്ല. അങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ വഴക്കായി. പിന്നീട് കാര്യമായി അന്വേഷിച്ചപ്പോഴാ ആളത്ര നല്ലവനല്ല എന്നറിഞ്ഞത്. പിന്നീട് ഒരു തവണ അജയന്റെ അച്ഛനും അമ്മയും വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു വന്നിരുന്നു. എന്റെ മോൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അജയൻ പൈസയ്ക്ക് വേണ്ടി എന്തു ചെയ്യാനും മടിയില്ലാത്തവനാ സാറേ. അപ്പോ അതാണ് കാര്യം. പിന്നീട് ഇവൻ എന്തെങ്കിലും പറഞ്ഞ് ആരുടെയെങ്കിലും അടുത്ത് വന്നിരുന്നോ? പിന്നീട് ഞങ്ങൾ കണ്ടിട്ടില്ല സാർ. വിവാഹം മുടങ്ങിയത് കൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അന്വേഷിക്കാൻ പോയിട്ടുമില്ല. എന്തിനാ സാറേ അവൻ ഈ കുടുംബത്തോട് ഇങ്ങനൊരു ദ്രോഹം ചെയ്തു? അത് അവൻ തന്നെ പറയണം. അവനെ കൈ കിട്ടിയാൽ ഞാൻ അവനെ കൊണ്ട് പറയിപ്പിച്ചോളാം. ഒരു കാര്യം മാത്രം ഇപ്പൊ ഉറപ്പു പറയാം. കേക്ക് മാറ്റിവെച്ചതും നിങ്ങളെ കൊല്ലാൻ നോക്കിയതും ഇവൻ തന്നെയാ. അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കണം. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്നല്ലേ പറഞ്ഞത്? അപ്പോ നിങ്ങളുടെ തന്നെ ഏതെങ്കിലും ശത്രുക്കൾ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെങ്കിലോ? പൈസയ്ക്ക് വേണ്ടി അവൻ ചെയ്തതായാലും മതി. എന്തായാലും അവനെ ഒന്ന് പൊക്കട്ടെ. അപ്പോ അറിയാം എന്താ എന്തിനാന്നൊക്കെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അജയൻ എന്ന് പറയുന്നതിനെ കിട്ടിയാലേ ഞാൻ വിളിക്കാം. ആരെങ്കിലും സ്റ്റേഷനിൽ വരേണ്ടി വരും. വരാം സാർ. അപ്പൊ ശരി. മീര ചേച്ചിയാണല്ലോ വിളിക്കുന്നത്. ഹലോ മീരച്ചി. ഇത് നിന്റെ മീരേച്ചൊന്നുമല്ല, അവന്തികയാ. അല്ല മാഡം എന്താ മീരച്ചിയുടെ ഫോണിൽ നിന്ന് വിളിച്ചത്? അല്ല മാഡത്തിന്റെ ഫോണിൽ പൈസ ഇല്ലേ? ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് കേൾക്ക്. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ ഒരു ഫ്രണ്ടിന്റെ വർക്ക്ഷോപ്പിലാ.
എത്രയെന്ന് വെച്ചാൽ റൂമിൽ തന്നെ ഇരിക്കുക. ഇത്രയും വേഗം അവിടെ നിന്ന് മാറി നിൽക്കണം. ആരുടെയും കണ്ണിപ്പെടാതെ ഒളിച്ചു നിൽക്ക് കുറച്ചു ദിവസത്തേക്ക്. ഒളിച്ചു നിൽക്കാനോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമാണ്. നീയാണ് ആ കേക്ക് ഇവിടെ കൊണ്ടുവച്ചെന്ന് എസ് പിക്ക് മനസ്സിലായി കഴിഞ്ഞു. അയാൾ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം മാറി നിൽക്കണം, എങ്ങോട്ടെങ്കിലും. ഒരു കാരണവശാലും നീ അയാളുടെ കയ്യിൽ പോയി പെടരുത്. മനസ്സിലായോ? മനസ്സിലായി മാഡം. നീ സുരക്ഷിതനായി എവിടെയെങ്കിലും പോയിരിക്കുക. എന്നിട്ട് ഞാൻ അവിടെ വന്ന് നിന്നെ കണ്ടോളാം. ശരി മാഡം. ഈ അജയൻ എന്ന് പറയുന്ന ആള് എന്തിനാവോ അങ്ങനെ ചെയ്തത്? അതിനു മാത്രം എന്ത് വിരോധ അയാൾക്ക് നമ്മളോട്? നമ്മളോടല്ല അച്ഛാ, ദേ ഇവരോട്. അച്ഛനും നിങ്ങൾക്കാർക്കും ഇപ്പോഴും സംഭവം മനസ്സിലായില്ലേ? ആ അജയൻ എന്ന് പറയുന്നവന് ആതിരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാന്ന് ഇവരെല്ലാം കൂടെ ചേർന്ന് വാക്കുകൊടുത്തു. നിശ്ചയത്തിന് അവൻ വരാൻ വൈകിയെന്നും പറഞ്ഞ് അവന്റെ വീട്ടുകാരെ അനൂപ് നാണം കിടത്തി വിട്ടു. ഞാനും അച്ഛനും അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും സച്ചി അർച്ചനൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താ സച്ചി, ഞാൻ പറഞ്ഞതുള്ളതല്ലേ? അതുകൊണ്ട് മാത്രമല്ല എടുത്തി, അവൻ ആളത്ര ശരിയൊന്നും അല്ലായിരുന്നു. അത് മാഷൊക്കെ അറിയുന്നത് നിശ്ചയം മുടങ്ങിയ ശേഷമാണെന്നുള്ളത് മാഷ് കുറച്ചു മുമ്പ് പറഞ്ഞതല്ലേ ഉള്ളൂ. എന്നിട്ടും ഈ വിവാഹം നടത്താന്നും പറഞ്ഞ് അവന്റെ അച്ഛനും അമ്മയൊക്കെ എല്ലാം ക്ഷമിച്ച് തിരിച്ചു വന്നപ്പോ അനൂപ് അവരെ വീണ്ടും അധിക്ഷേപിച്ച് ഇറക്കി വിട്ടു. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, മാഷ് തന്നെ പറഞ്ഞ കാര്യങ്ങളാ. അവൻ ഇവരോട് വൈരാഗ്യം തോന്നാൻ വേറെന്തേലും വേണോ? അങ്ങനെ വൈരാഗ്യം ഉണ്ടായാലും ഇവിടെ ഇങ്ങനൊരു കാര്യം അവൻ എന്തിനു ചെയ്തു? കെട്ടാനിരുന്ന ആതിരയെയും ഭർത്താവ് സന്ദീപിനെയും അജയനെയും കുടുംബത്തെ അധിക്ഷേപിച്ച അനൂപിനെയും അയാളുടെ കുടുംബത്തെയും എല്ലാരെയും ഒരുമിച്ച് കിട്ടിയപ്പോ അങ്ങ് തീർക്കാന്ന് കരുതി കാണും. അതിൽ നിരപരാധികളായ നമ്മളിൽ കുറെ എണ്ണം പെട്ടുപോയെന്നേ ഉള്ളൂ അച്ഛാ. അന്തിയെ, സത്യം എന്താണെന്ന് അറിയാതെ നീ ഇങ്ങനെ എഴുതപ്പുറം വായിക്കണ്ട. നീ പറയുന്നത് പോലെ ഒന്നും അല്ലെങ്കിലോ, അവനെ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യിപ്പിച്ചതാണെങ്കിൽ നീ ഈ പറയുന്നതിനൊക്കെ ഒരു കഴമ്പുമില്ലാതാവും. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ കുഴപ്പം. ഞാൻ എന്തേലും പറഞ്ഞു വരുമ്പോ എന്റെ നാവടക്കാനേ എല്ലാരും ശ്രമിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ ആളെ വിട്ട് നമ്മളെ എല്ലാരെയും കൊല്ലാൻ മാത്രം ശത്രുതയുള്ള ആരാ ഉള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നന്ദേട്ടൻ പറ. അങ്ങനെ ഒരാളുണ്ടല്ലോ. ഞാൻ പറയട്ടെ ആരാണെന്ന്? ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഈ കുടുംബത്തിലെ എല്ലാവരെയും തീർക്കുമെന്നും പറഞ്ഞ് സന്ദീപിനെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഒരാളില്ലേ? സച്ചി പിടിച്ച് എല്ലാവരുടെയും മുന്നിൽ കൊണ്ട് നിർത്തിയ ഒരു മൂർത്തി. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അവനായിക്കൂടെ ഇത് ചെയ്തത്?
എന്താ വന്തിയേ, അങ്ങനെ ആയിക്കൂടെ? ഇതിപ്പം നന്ദേട്ടൻ പറയുന്നത് കേട്ടാ തോന്നും എനിക്ക് മാഷിനോടും കുടുംബത്തോടും എന്തോ മുൻവൈരാഗ്യം ഉണ്ടെന്ന്. ഇവരൊക്കെ പറഞ്ഞത് വെച്ച് ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. പ്രേമിക്കുന്ന പെണ്ണ് ചതിച്ചു എന്നും പറഞ്ഞ് അവളുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ആൾക്കാരുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആതിര അജയന് കിട്ടാത്തതില് നല്ല വിഷമം അജയൻ ഉണ്ടായിട്ടുണ്ടാവണം.